ആലപ്പുഴ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന നെൽപ്പാടങ്ങളാണ്. റോഡിന്റെ രണ്ട് സൈഡിലുള്ള നെൽപ്പാടങ്ങൾ കാണാൻ തന്നെ നല്ല രസമാണ്. അപ്പൊ ആലപ്പുഴ വരുന്ന പോലുള്ള വൈബുകൾ നമുക്ക് വേറെ അധികം സ്ഥലങ്ങളിൽ പോകുമ്പോൾ കിട്ടാറില്ല. അതുപോലെ തന്നെ ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഒരുപാട് ഷാപ്പുകളുണ്ട്. ഷാപ്പിലെ ഫുഡിന്റെ ടേസ്റ്റ് നമ്മൾ പറയണ്ടല്ലോ, അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് ആലപ്പുഴയിലുള്ള ഒരു ഷാപ്പിലേക്കാണ്, ആറ്റുമുഖം ഷാപ്പ്. ഇത് ഷാപ്പിന്റെ കയറി വരുന്ന എൻട്രൻസ് ആണ്. ഇവിടെ രണ്ട് സൈഡിലും കാണുന്നത് കോട്ടേജസ് ആണ്. അവിടെ നമുക്ക് ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റും, അതുപോലെ ഓപ്പൺ സ്പേസിലും ഫുഡ് കഴിക്കാൻ പറ്റും. ഇതിന്റെ ഒരു മെയിൻ പ്രത്യേകത എന്താന്ന് എനിക്ക് തോന്നിയത്, നമുക്ക് അവരുടെ കിച്ചണിൽ ചെന്നിട്ട് ഫുഡ് കണ്ടിട്ട് നമുക്ക് ഓർഡർ ചെയ്യാം. വേറൊരു ഷാപ്പിലും ഞാൻ അങ്ങനെ ഒരു ഇത് കണ്ടിട്ടില്ല. നമ്മൾ എന്താണോ ഫുഡ് ഓർഡർ കൊടുക്കുന്നത് അതനുസരിച്ച് അവർ കൊണ്ടുവരും, അങ്ങനെയാണ്. ഇത് നമുക്ക് അവിടെ ചെന്നിട്ട് പറയാം, അവർ ഓർഡർ എടുക്കാൻ അവിടെ ആളുണ്ടാവും. നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് അവർ കൊണ്ട് ഫുഡ് തരും. അതുകൊണ്ട് നമുക്ക് തന്നെ ഇഷ്ടപ്പെട്ട ഫുഡുകളൊക്കെ നോക്കി മേടിക്കാൻ പറ്റും. അതൊരു വേറൊരു എക്സ്പീരിയൻസ് ആണ്. ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് നമ്മൾ ആ ഇരിക്കുന്ന സ്ഥലത്തോട്ട് പോവാണ്. ഞങ്ങൾ ബോട്ടിൽ ഇരിക്കാന്നാണ് വിചാരിച്ചത്. കാരണം ബോട്ട് ആവുമ്പോൾ നമുക്ക് ആ കാറ്റുണ്ടായിരിക്കും, കായലിന്റെ വ്യൂ ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ബോട്ടിലേക്ക് പോകാന്ന് വിചാരിച്ചു. ഇവിടെ കോട്ടേജസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇതാണ് ആ കോട്ടേജസ്. അപ്പം പ്രൈവറ്റ് ആയിട്ട് ഇരിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ കോട്ടേജസ് ചൂസ് ചെയ്യാം. കാരണം ബോട്ടിൽ ഒരുപാട് ആൾക്കാർ ഉണ്ടായിരിക്കും, ഒരുപാട് പേരുടെ കൂടെ ആയിരിക്കും നമ്മൾ ഇരിക്കേണ്ടത്. ഇത് ബോട്ടിലേക്ക് പോകുന്ന ഏരിയ ആണ്. കായലായതുകൊണ്ട് തന്നെ ഇവിടെ അവിടെ ഇവിടെയൊക്കെ വെള്ളം കൊണ്ട് അതിൽ മീനുകളും ഉണ്ട്. നമുക്ക് ഈ വള്ളത്തിനുള്ളിൽ ഇവർ മീനെ വളർത്തുന്നുണ്ട്. ഫ്രഷ് മീൻ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഇവർ ഇതിനെ പിടിച്ചിട്ട് നമുക്ക് കറി വെച്ചോ ഫ്രൈ ചെയ്തോ തരും. അതും ഞാൻ വേറെ ഷാപ്പുകളിലൊന്നും കണ്ടിട്ടില്ല കേട്ടോ. ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് ഇതൊക്കെ. ബോട്ടില് നമ്മൾ സാധാരണ വിചാരിക്കുന്ന പോലെയല്ല, ഒരുപാട് വലിയ ബോട്ടാണ്. രണ്ട് ബോട്ടും കൂടെ അടുപ്പിച്ചിട്ടേക്കുന്നത് ആണ്. അതുപോലെ അതുകൊണ്ട് തന്നെ അതിനകത്ത് ഒരുപാട് സീറ്റൊക്കെ ഉണ്ട്. നമുക്ക് നല്ല സ്പേസ് ഉള്ള ഒരു ബോട്ട് തന്നെയാണ്. പിന്നെ ബോട്ടിൽ കയറുന്നതിന് മുന്നേ തന്നെ അവിടുത്തെ വ്യൂ നല്ലതാണ് കേട്ടോ. പിന്നെ ബോട്ടിങ്ങിന് പോകണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ബോട്ടിങ്ങും ഇവിടെ ഉണ്ട്. എക്സ്ട്രാ പൈസ കൊടുത്താൽ മതി, അവർ ബോട്ടിങ്ങിന് നമ്മളെ കൊണ്ടുപോകും. ഹൗസ് ബോട്ടുകളും അല്ലാത്ത ബോട്ടുകളും എല്ലാം ഉണ്ട്. ഇതാണ് അതിനുള്ളിലെ ഏരിയ, ബോട്ടിന്റെ ഉള്ളിലെ ഏരിയ. ഒരുപാട് സീറ്റ് ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് ഇവിടെ ഫുഡ് കൊണ്ടുതരും. ഇതാണ് അതിന്റെ വാഷിംഗ് ഏരിയ. ഞങ്ങൾ ഓർഡർ ചെയ്തത് കപ്പ, പിന്നെ പന്നി, മീൻകറി, അപ്പം, പൊറോട്ട, അതുപോലെ തന്നെ കൊഞ്ച് ഞങ്ങൾ ലാസ്റ്റ് ആണ് ഓർഡർ ചെയ്തത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡിനൊക്കെ കേട്ടോ. പിന്നെ ഇത് നമ്മൾ ബോട്ടിൽ ഇരുന്നിട്ടുള്ള ഒരു വ്യൂ ആണ്. അതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ആ ബോട്ടിലെ വ്യൂ നല്ല ഭംഗിയുണ്ട്. നിങ്ങൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ബില്ല് കൊടുക്കാനുള്ള സ്ഥലമാണ് ഇവിടെ. ഇവിടുന്ന് ബില്ല് കൊടുത്തിട്ട് അങ്ങനെ ഇറങ്ങി. ബോട്ടിങ്ങിന് പോകേണ്ടവർക്ക് ഇതാണ് അതിന്റെ ഡീറ്റെയിൽസ്.